വാർത്തയിലേക്ക് ഞാൻ എത്താം. കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. അപ്പോൾ മണ്ഡലം കമ്മിറ്റി യോഗത്തിനിടെയായിരുന്നു പ്രവർത്തകരുടെ തമ്മിൽ തല്ല്. ചുഴലിച്ചാലിൽ വയലിൽ ഓഫീസിലാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് കയ്യാങ്കളി ഉണ്ടായത്. MP ഫണ്ട് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കയ്യാങ്കളിയിൽ എത്തിയത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാൺ, എന്താണ് അവിടെ ചകട? അരുൺകുമാർ, അതായത് MP ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശത്തെ ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മണ്ഡലം കമ്മിറ്റി യോഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയൊക്കെ വിളിച്ചു ചേർത്തിട്ടുള്ളൊരു യോഗമാണ്. ചുഴലിച്ചാലിൽ വയലിലെ ഓഫീസിലാണ് ഇത്തരത്തിലുള്ളൊരു യോഗം നടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് പ്രവർത്തകർ തമ്മിൽ ഇത്തരത്തിലുള്ളൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതായത് MP ഫണ്ട് നൽകണമെന്ന് ഒരു വിഭാഗവും MP ഫണ്ട് അവിടെയല്ല മറ്റൊരു സ്ഥലത്താണ് നൽകേണ്ടതെന്ന് മറ്റൊരു വിഭാഗവും ഈ യോഗത്തിനകത്ത് ആവശ്യപ്പെട്ടു. അതോടുകൂടി തന്നെ ഈ പ്രവർത്തകർ തമ്മിൽ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് അത്തരത്തിൽ വാക്ക് തർക്കവും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായിരുന്നത്. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സമയമാണ്. ആ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടാകുന്നു. അത് UDFൻ്റെ വളരെ പ്രധാനപ്പെട്ട കണ്ണൂരിലൊരു കോട്ട ഇരിക്കൂർ മണ്ഡലത്തിലെ ഇത്തരത്തിലൊരു പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ കാര്യമായ തോതിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗൗരവപൂർവമായിട്ടുള്ള ഒരു വിഷയം തരത്തിലല്ല നേതാക്കൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. MP ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഇത്തരത്തിൽ തർക്കമായി മാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാവും. കാര്യം ഗൗരവതരമാണെങ്കിൽ പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തോതിലുള്ള ഒരു നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ തന്നെ കോൺഗ്രസിലെ രണ്ട് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞടി ഓടുന്ന ഒരു ഘട്ടം ഉണ്ടായി. എന്താ സംഭവിക്കുന്നത് അല്ലേ? എന്താ ചെയ്യാ എന്നുള്ള ഞാൻ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു.